കൊച്ചിയിൽ വ്യാജ ഒപ്പ് ഉപയോഗിച്ച് ഇൻഷുറൻസ് തട്ടിപ്പെന്ന് പരാതി. വായ്പയുടെ ഇൻഷുറൻസ് തുക എന്ന പേരിൽ 12 ലക്ഷം രൂപ ബാങ്ക് തട്ടിയെടുത്തു എന്നാണ് മലയാറ്റൂർ സ്വദേശി സോജന്റെ പരാതിയിൽ പറയുന്നത്. 2015 കാലടി സ്റ്റേറ്റ് ബാങ്കിൽ നിന്നാണ് സോജൻ ലോൺ എടുത്തത്. അനുമതി കൂടാതെ തന്റെ പേരിൽ ബാങ്ക് മറ്റൊരു അക്കൗണ്ട് തുടങ്ങിയെന്നും ഇതിലൂടെ തട്ടിപ്പ് നടത്തിയെന്നുമാണ് സോജൻ ആരോപിക്കുന്നത്. 8 ലക്ഷം രൂപ എൻ്റെ വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ലോൺ എടുത്തിരുന്നു. ലോൺ എടുത്ത് ഏകദേശം ഒരു 6 മാസം എത്തിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് ഒരു 15,000 ഇൻഷുറൻസ് പ്രീമിയം പോണ കണ്ടു. ഉടനെ ഞാൻ ബാങ്കിൽ ചെന്ന് ആവശ്യപ്പെട്ടു, എനിക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യം കുറവാണല്ലോ, ഇതിന് ആവശ്യമില്ലല്ലോ എന്ന് നോക്കിയപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് അത് എനിക്കിത് ഭാരിച്ച തുക ഇൻഷുറൻസും പലിശയും കൂടി വരുന്നതിൻ്റെ പേരിൽ ഞാനത് വേണ്ടാന്ന് കരുതി ആ പൈസ, ലോൺ എടുത്ത പൈസ 8 ലക്ഷം രൂപയും അതിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഞാൻ ഒരു കൊല്ലം തികഞ്ഞ മുമ്പ് കൊണ്ടുപോയി അടച്ചിരുന്നു. അപ്പോൾ അപ്പോഴത്തെ അന്നത്തെ ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞ് ആ റീഫണ്ട് ചെയ്ത് തരാം, ഇൻഷുറൻസിൻ്റെ പ്രീമിയം മേടിച്ചത് എന്നും പറഞ്ഞ് 1 രൂപ മാത്രം, വെറും 1 രൂപ നിലനിർത്തിക്കൊണ്ട് ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് പൈസ അടച്ചിരുന്നു. ഇപ്പം അതിനകത്ത് ഞാൻ രേഖകൾ വിവരാവശ്യമനുസരിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ഇൻഷുറൻസിൻ്റെ പ്രപ്പോസൽ വ്യാജ സൈൻ ചെയ്താണ് അന്നത്തെ ഉദ്യോഗസ്ഥർ ചമച്ചിരിക്കുന്നത്. അതിൻ്റെ പേരിൽ എനിക്ക് ഭീമമായ ബാധ്യതകൾ വന്നിരിക്കണം. എൻ്റെ ഡോക്യുമെൻറ്റുകളോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. എൻ്റെ പൈസ തട്ടിയെടുക്കുന്നതിന് വേണ്ടി അന്നത്തെ ഉദ്യോഗസ്ഥർ വ്യാജ സൈൻ ചെയ്തേക്കാണ്. അലി അക്ബർ ഷായുടെ വിശദാംശങ്ങളുമായി. അലി, ഉദ്യോഗസ്ഥരാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് ആരോപണം. എന്താണ് ബാങ്കിന്റെ വിശദീകരണം? വിനീത, 2015 മലയാറ്റൂർ സ്വദേശിയായിട്ടുള്ള സോജൻ കാലടി സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും, അന്ന് SBT ആയിരുന്നു, ഇപ്പോൾ SBI മാറിയ ബ്രാഞ്ചിൽ നിന്നും ഇത്തരത്തിൽ വീടിന്റെ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി 8 ലക്ഷം രൂപ വായ്പ എടുക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഈ വായ്പ ഇൻഷുർ ചെയ്യണമെന്ന് ഈ ബാങ്ക് അറിയിക്കുന്നു. സാധാരണഗതിയിൽ ഇൻഷുർ ചെയ്യാറുണ്ട് ചില വലിയ തുകയിലുള്ള ലോണുകളൊക്കെ, ആ രീതിയിൽ അറിയിക്കുന്നു. പക്ഷേ ഈ ലോണിന് ഇൻഷുർ വേണ്ട എന്ന് ബാങ്കിൽ നിന്ന് തന്നെ തനിക്ക് വിവരം ലഭിച്ചു എന്നാണ് സോജൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇൻഷുറൻസ് തുക പ്രതിവർഷം കയ്യിൽ നിന്നും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സോജൻ ബാങ്കിന് കത്ത് നൽകി. തനിക്ക് ഇത്തരത്തിൽ ഇൻഷുറൻസ് വേണ്ട, അതുകൊണ്ട് ഇത് പിൻവലിക്കണമെന്ന് കത്ത് നൽകിയെന്നും പറയുന്നു. 15,000 രൂപ പ്രതിവർഷം ഈ ഇനത്തിൽ മാത്രം തന്റെ അക്കൗണ്ടിൽ നിന്നും പോയി എന്നാണ് സോജൻ പറയുന്നത്. ഇത്തരത്തിൽ വലിയ സാമ്പത്തിക നഷ്ടം വരുന്നു എന്ന് കണ്ടപ്പോൾ തൊട്ടടുത്ത വർഷം 2016 തന്നെ ലോൺ എടുത്ത മുഴുവൻ തുകയും തിരിച്ചടച്ച ഈ ലോണ് ഇയാൾ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷവും ഈ ഇൻഷുറൻസ് തുക എന്ന പേരിൽ അക്കൗണ്ടിൽ നിന്നും വലിയ രീതിയിലുള്ള തുക പിൻവലിച്ചു ബാങ്ക് എന്നതാണ് പരാതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോൺ അക്കൗണ്ടിന് പുറമെ തന്റെ അനുമതിയില്ലാതെ തന്റെ പേരിൽ മറ്റൊരു അക്കൗണ്ട് ബാങ്കിലെ ഉദ്യോഗസ്ഥർ ക്രിയേറ്റ് ചെയ്തു എന്നാണ് സോജൻ ഈ പരാതിയിൽ പറയുന്നത്. സാധാരണഗതിയിൽ ലോൺ ഇൻഷുർ ചെയ്യുമ്പോൾ ലോൺ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഇൻഷുറൻസ് തുകയും പോകാറ്. അതിന് പ്രത്യേകമായ അക്കൗണ്ടുകൾ വേണ്ട എന്നതാണ് സാധാരണ രീതിയിൽ നടക്കാറ്. പക്ഷേ ഇവിടെ തന്റെ അനുമതിയില്ലാതെ തന്റെ പേരിൽ മറ്റൊരു അക്കൗണ്ട് കൂടി ബാങ്ക് ഉണ്ടാക്കി അതുവഴി വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തി 12 ലക്ഷം രൂപയുടെ ധനനഷ്ടം തനിക്ക് ഉണ്ടാക്കി എന്നതാണ് പരാതിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങളായി സോജൻ നിയമ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൽ നിന്നും നീതി കിട്ടാതായതോടുകൂടിയാണ് ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സോജൻ ഒരു വിവരാവകാശം സമർപ്പിക്കുന്നത്. അതിന്റെ മറുപടി കഴിഞ്ഞ ദിവസമാണ് സോജന് ലഭിക്കുന്നത്. അതിലാണ് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നത്. സോജന്റെ ഒപ്പ് വ്യാജമായി നിർമ്മിച്ചുകൊണ്ടാണ്, വ്യാജ ഒപ്പിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ബാങ്കിലെ അന്നത്തെ ഉദ്യോഗസ്ഥരിൽ ആരോ ഈ വ്യാജ അക്കൗണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാലടി പോലീസിൽ സോജൻ പരാതി നൽകിയിരിക്കുന്നത്. വ്യാജ ഒപ്പ് നിർമ്മിച്ചുകൊണ്ട്, തന്റെ വ്യാജ ഒപ്പ് നിർമ്മിച്ച് 12 ലക്ഷം രൂപയുടെ ധനനഷ്ടം തനിക്കുണ്ടാകുന്ന നിലയിൽ ഉള്ള ഇടപെടൽ അന്നത്തെ ബാങ്ക് ഉദ്യോഗസ്ഥർ നടത്തിയെന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും സോജന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാലടി പോലീസ് നിലവിലെ ഈ സ്റ്റേറ്റ് ബാങ്ക് ബ്രാഞ്ചിലേക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും നിയമ നടപടികൾ തുടരാനുള്ള തീരുമാനത്തിലാണ് സോജൻ ഉള്ളത്. നേരത്തെ ഒന്നും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിരുന്നില്ല. പക്ഷേ വിവരാവകാശത്തിൽ ലഭിച്ച ലേഖയിലാണ് വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ തിരിമറികളാണ് തന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത് എന്നതുമാണ് സോജന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നത്. വിനീത, ശരി, അലി അക്ബർ ഷായാണ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.